വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. എത്ര കാലം ആ റോഡ് പണി വൈകാൻ കാരണം എന്താ? ടൗണില് KSCB പോസ്റ്റ് മാറ്റിയോ? അലക്സ് വരെയുള്ളത് നിങ്ങൾ എന്താ മാറ്റാത്തത്? ബാക്കിയുള്ള എസ്റ്റിമേറ്റ് എടുത്തപ്പോ അതിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ മഴക്കാലത്തിന് മുമ്പ് നമ്മൾ ടൗണ് നന്നാക്കാൻ കഴിയാതെ പോയത് KSCB പോസ്റ്റ് മാറ്റലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റലും രണ്ടും ഡിലേ ആയിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അതിപ്പോഴും കംപ്ലീറ്റ് ചെയ്യാത്തത്? അലക്സ് വരെയുള്ളത് ചെയ്യാലോ, പിന്നെ നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്താ? ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ കുറെ ദിവസമായിട്ട് നിങ്ങൾ ചോദിക്കുന്നതാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് റോഡ് പഴയതുപോലെ ഇപ്പൊ പുലാവന്തോള് മുതൽ പെരിന്തൽമണ്ണ വരെയുള്ളത് 100 കോടിയുടെ റോഡാണ്. പെരിന്തൽമണ്ണ അപ്പുറത്തേക്ക് പട്ടിക്കാട് വരെയുള്ള റോഡ് അത് ആ നിലവിലുള്ള വീതിയിൽ അങ്ങനെ ചെയ്തു പോയി. അതേപോലെ ഈ റോഡും ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ വീതി കൂട്ടി നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത നമ്മൾ ഉണ്ടാക്കി. നന്നായിട്ട് ചെയ്യണമെന്ന് കരുതി വീതി കൂട്ടി ചെയ്യാൻ പോയപ്പോൾ KSCB പോസ്റ്റ് സമയബന്ധിതമായിട്ട് മാറ്റുന്നില്ല, പണം കൊടുത്താലും മാറ്റുന്നില്ല, വാട്ടർ അതോറിറ്റി സമയബന്ധിതമായിട്ട് മാറ്റേണ്ടത് മാറ്റുന്നില്ല. ഇത് രണ്ടും ചെയ്യാതെ റോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ആക്സിഡന്റ് ആവും. ഇതല്ല അത് വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനിയും പോസ്റ്റ് മാറ്റാൻ അനന്തമായി നീളുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, റോഡുമായിട്ട് ബന്ധപ്പെട്ട് കുഴികൾ ടാർ ചെയ്ത് അടക്കാൻ പറ്റിച്ച് അടക്കുക, അതല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് പൊളിക്കുക. ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ശരിയാണ്. റോഡങ്ങ് പൊളിച്ചിട്ട് ചെയ്യുക, പൂർത്തീകരിക്കാനുള്ളത് കുറച്ചധികം ദുരിതം ജനങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അനന്തമായി നീട്ടുന്നതിൽ അർത്ഥമല്ല. റോഡ് KSCB ചെയ്താലും വേണ്ടില്ല, വാട്ടർ അതോറിറ്റി ചെയ്താലും വേണ്ടില്ല. വാട്ടർ അതോറിറ്റി മുനിസിപ്പാലിറ്റിയുടെ വെള്ളം ചിലപ്പോൾ നിൽക്കും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. റോഡ് ഇനി അനന്തമായിട്ട് നീട്ടാൻ പറ്റില്ല. റോഡ് പൊളിക്കുക, ചെയ്യുക. പൊളിക്കുന്ന സമയത്ത് കുറച്ച് പൊടി ഉണ്ടാവും, കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ദുരിതം ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പുലാമന്തോട് റോഡ് ദുരിതം ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തില്ലേ? അതേപോലെ തന്നെ ഇനി ചെയ്യാം എന്ന് പറയുന്നത് വേഗത്തിൽ തന്നെ മഴ പെയ്തോട്ടെ, റോഡങ്ങ് പൊളിക്കുക, GSP ഇടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും യാത്ര പോണവർക്ക്. ഒരു കുഴപ്പമില്ല, സംഗതി പൂർത്തീകരിച്ച് റോഡ് നന്നാക്കി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. അത് പോസ്റ്റുകൾ മാറ്റി കൊടുക്കാനുള്ളത് വളരെ അടിയന്തരമായിട്ട് അലക്സ് വരെയുള്ളത് ചെയ്യാം. അലക്സ് വരെയുള്ള ഭാഗം പൊളിച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം.